ചേട്ടത്തി ചേട്ടത്തി ഇതൊക്കെ എടുത്തി എന്താടാ ഷർട്ട് കീറി. അയ്യോ ഇതെന്താ ഇന്ന് ഇവിടെ എല്ലാവർക്കും ഇങ്ങനെയാണോ? അച്ഛൻ ഷർട്ട് കീറി എന്ന് പറയുമ്പോ കുറച്ച് മുമ്പ് അവിടെ നിന്ന് തുന്നുന്നുണ്ടായിരുന്നോ? ചെന്നെ പോലെ എനിക്ക് തുന്നിയൊന്നും ഇടാൻ വയ്യ ചേട്ടത്തി. ഒരു പുതിയൊരു ഷർട്ട്. എന്താടാ എന്റെ ഷർട്ടും കീറി കണ്ടാ? അയ്യോ നിന്റെ ഉടുപ്പ് കീറിയോ? അങ്ങനെ എങ്ങനെ എല്ലാവരുടെ ഉടുപ്പം കീറുന്നതിനകത്ത് എന്തോ ഉണ്ടല്ലോ. എന്തുണ്ട്? പഴവി പോയല്ലേ എടുത്തി പഴഞ്ചനായിട്ട് കീറിയതായിരിക്കും. തന്നെ അമ്മ ഇനി കൂടെ ഇടാ ഒന്നുമില്ല. ഇനി വെട്ടാനാണെ ആ യൂണിഫോം കൂടെ ഉള്ളു. വെട്ടാനോ? വെട്ടാൻ മറ്റേ എലി ഇങ്ങനെ കണ്ടു തിന്നത്തില്ലേ, അത് വെട്ടുന്ന കാര്യം പറഞ്ഞത് അല്ലേ? അതുകൊണ്ട് ഇപ്പൊ എന്തോ അതിലിപ്പോ ഒന്നുമില്ല. എനിക്ക് ഒരു പുതിയ ഉടുപ്പൊക്കെ മേടിക്കണം ഉണ്ട് ഏട്ടത്തി. എല്ലാം പഴയതായി ഏട്ടത്തി. അതുകൊണ്ട് ഞാനൊരു ഷർട്ട് മേടിച്ച് കാലം പറഞ്ഞു. അയ്യോ നീ മറന്നുപോയതല്ല, നീ ഇന്നേ വരെ സ്വന്തമായിട്ട് ഒരു ഷർട്ട് മേടിച്ചിട്ടില്ല. അല്ല എനിക്ക് ആരെങ്കിലൊക്കെ മേടിച്ചു തരാൻ വേണ്ടി. ആരും മേടിച്ചു തരാറില്ലല്ലോ. ഇല്ല പാവം. ആരെങ്കിലൊക്കെ മേടിച്ചു തന്നെ ഷർട്ടൊക്കെ ഇടാറുന്നല്ലേ. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരാ. സ്ഥലം വിട് പോ. സാരമില്ല, ഞാൻ വേറെ ആരെങ്കിലും മേടിക്കാൻ പറ്റുമോ നോക്കാം. അതല്ലേ പിന്നല്ല ആരും മേടിച്ചു തരാനൊന്നുമില്ലല്ലോ. അത് സ്വന്തമായിട്ട് മേടിക്കരുത്. ഞാൻ ഉള്ള ഡ്രസ്സ് സൂക്ഷിച്ചു ഉപയോഗിക്കണം. എന്താ പ്ലാനോ? എന്താ പറഞ്ഞേ? പ്ലാൻ ഒന്നുമില്ല. പ്ലെയിൻ പ്രത്യേക പ്ലെയിൻ ആയിരിക്കും. ചേട്ടാ കീറി ഷർട്ട്. ഷർട്ട് കീറി. പുതിയ ഷർട്ടല്ലേടാ ഇത്? കീറി കൊണ്ടുവന്നേക്കണത് പഴയത് ഷർട്ടാ. പഴയത് ഇതാ. അച്ഛാ ഇത് കണ്ടാ? ഇതോടെ നിങ്ങൾ രണ്ടുപേരും കളിക്കണ? പുതിയ ഷർട്ട് വാങ്ങിച്ചിട്ട് അതിനെ കീറി കൊണ്ടുവന്നേക്കണ? എന്റെ ചേട്ടാ ഇത് പുതിയ ഷർട്ടൊന്നും അല്ല, പഴയ ഷർട്ടാണ്. ചേട്ടാ ഞങ്ങൾക്ക് പുതിയ ഷർട്ട് മേടിക്കാനുള്ള പൈസ തരണം. എന്തോ പുതിയ ഷർട്ട് മേടിക്കാനുള്ള പൈസ തരണമെന്ന്. സ്വന്തമായിട്ട് അങ്ങ് വാങ്ങിച്ചാൽ മതി. സ്വന്തമായിട്ട് അങ്ങ് വാങ്ങിച്ചാൽ മതി, കയ്യിൽ നിന്ന് കാശ് മുടക്കിയിട്ട്. ചേട്ടാ ചുമ്മാ വേല ഇറക്കാതെ കാശ് എടുക്കണം ചേട്ടാ. ഞാൻ ഓൺലൈൻ വഴി ഓർഡർ ചെയ്തോളാന്ന്. പടാ അവിടുന്ന്. പോടാ അടുന്നോ ചേട്ടാ. ഈ പൈസ എല്ലാം പൂഴ്ത്തി വെച്ച് കഴിഞ്ഞാലേ അവസാനം നോട്ട് നിരോധനം വന്നാൽ അതെല്ലാം ഒരിക്കലും എടുക്കാൻ പറ്റാതെ നോക്കിയോ. ചുമ്മാ പ്രാവാടാ, ചുമ്മാ ഇവിടെ എന്താണ് ആവശ്യം? വാങ്ങിച്ചു തരൂ. എന്താ ആവശ്യം? ഉള്ളത് കിട്ടാ മതി. പോ ചെല്ല്. ചേട്ടാ പുതിയ ഷർട്ട് വേണമെന്ന്. പൈസ ഉണ്ടെങ്കിൽ എടുത്തതാ. നിങ്ങൾക്ക് ഇപ്പൊ ഷർട്ട് വേണം? അത്ര ഷർട്ട് വേണം. മാറങ്ങോട്ടോ, മാറവിടെ. ഞങ്ങൾക്ക് പുതിയ ഷർട്ട് എടുത്ത് തരുമോ ചേട്ടാ? പൈസ ഏട്ടനെ മാത്രമേ ഞങ്ങളുടെ സ്നേഹം ഉള്ളൂ. നോക്കിയെടുത്തു. ഇത് പഴയതല്ലേ എടാ? തേച്ച് അയൺ ചെയ്ത് ചേട്ടാ. ഇത് 2002 ഷർട്ട്. ഇതൊക്കെ ഇത് പഴയ ഷർട്ടാണ്. പോടാ, ഇഷ്ടമുള്ള നോക്കിയാ അങ്ങോട്ട്. അപ്പൊ എനിക്ക് നീ പറഞ്ഞില്ല, നീ ഉള്ളത് ഇട്ടാ മതി. എന്താണ്? അല്ല ഉത്തണം പുത്തം പോലെ കൊണ്ടു നടക്കുന്ന ഷർട്ട് ഇട്ടോളാൻ പറയുന്നത്. ആണല്ലേ? അമ്മ ഇത്തിരി പറ അമ്മ, ഇത് പൈസ കൊടുക്കാൻ. ചേട്ടാ പൈസ തരൂ. എടാ എന്റെ കയ്യിൽ കാശൊന്നും ഇല്ലടേ. ചേട്ടത്തി പൈസ തരൂ. എന്നെ നോക്കണ്ട, എന്റെ കയ്യിൽ പൈസ ഒന്നുമില്ല. എന്തിനായിട്ട് ഇങ്ങനെ മോത്തോക്കി കള്ളം പറയുന്നത്? എന്ത് കൊള്ളാം? മോത്തോക്കി കള്ളം പറയല്ലേ? എന്നാ ഞാൻ സത്യം പറയട്ടോ. ഞാൻ ഇപ്പൊ വരാം. ഒരു സെന്റ് ഞാൻ വരാം. ഞാൻ തലവേദന എടുക്കുന്നു. എഫ്ടി കിട്ടിയ പൈസ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. എഫ്ടി നീ പറഞ്ഞല്ലോ എന്റെ അടുത്ത്. ഞാനൊന്നും പറഞ്ഞു, നിങ്ങൾ പോലും പറഞ്ഞു. ഞാൻ എന്തൊന്ന് പറയാൻ വേണ്ടിട്ട്? എഫ്ടി കിട്ടിയ കാര്യം ഞാൻ അറിഞ്ഞു. എനിക്ക് പൈസ ഉണ്ടെങ്കിൽ താ. നിന്റെ ഒരു 10ന്റെ പൈസ തരില്ലല്ലോ ഞാൻ. 10ന്റെ പൈസ തരത്തില്ല. തരൂല ചേട്ടാ. 32,000 രൂപ കിട്ടും. 32,000 രൂപ. അതിനകത്ത് ഒരു 10,000 ഞങ്ങൾക്ക് തന്നെ ഞാൻ ഓൺലൈൻ വഴി ഇവിടെ ഉള്ളവർക്കുള്ള ഞാൻ ഡ്രസ് എടുത്ത് കൊടുക്കാം. എന്റെ പൊന്നു കുഞ്ഞ്, അത് നമ്മൾ ഇവിടെ വേറെ ആവശ്യത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന പൈസ. അതാണ് ഞാൻ പറഞ്ഞ 32,000 രൂപ നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ അതിനകത്ത് 10,000 രൂപ എനിക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഉള്ളവർക്കെല്ലാം ഓൺലൈൻ വഴി ഡ്രസ് എടുത്ത് കൊടുക്കാന്ന്. നീ ഇപ്പൊ അങ്ങനെ കൊടുക്കണ്ട. കൊടുക്കണ്ട. തരൂലല്ലേ? തരണ്ട. ഇപ്പൊ ഈ രഹസ്യം എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇത് പരസ്യമായി കഴിഞ്ഞാൽ 32,000 രൂപ പോകുന്ന വഴി കാണും. കാണിച്ചു തരാം. ഞാൻ കാണിച്ചു തരാം. നീ കൊണ്ട് കാണിക്കും. ഞാൻ കാണിച്ചു തരാം. എന്തെങ്കിലും പറഞ്ഞ് പിന്തിരിപ്പിക്കും. എല്ലാവരും പോയി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ FD തന്നെ ഇപ്പൊ പൊട്ടിക്കേണ്ടി വരും. സെറ്റ് മീൻകറി അല്ലേ ഈ വാങ്ങിച്ചോണ്ടൊന്നായിരിക്കും സെറ്റ് മീൻ കരുത്. ഒരു കാശിന് കൊള്ളൂലടേ. അതെന്തോ അങ്ങനെ ഒരു കുറ്റം പറഞ്ഞില്ല. പിന്നെ 3 പീസ് കഴിച്ചത് എപ്പോഴും? അത് പിന്നെ അവള് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയല്ലേ, കഴിക്കാതിരിക്കാൻ പറ്റൂ. അതുകൊണ്ട് കഴിച്ചതാടാ. അല്ല മീൻ ഇഷ്ടപ്പെട്ടില്ല. എനിക്കൊരു കാര്യം പറയണം. എനിക്കൊരു കാര്യം. ഡ്രസ്സിന്റെ ആരാണ് നീ മിണ്ടണ്ട. യോൻ പറയുവാണേ. ഓ അതല്ല വേറൊരു കാര്യം. അതല്ല യോൻ പറയുവാണേ, കാശ് അവന്റെ കൊടുത്താ ഓൺലൈനിൽ ചീപ്പ് റേറ്റിൽ ഡ്രസ്സ് വാങ്ങിച്ചു തരാന്ന്. എന്താ ഞാൻ പറയട്ടോ? സുമ പറയരുത്, നിന്റെ ചേട്ടത്തിയാ പറയുന്നത് പറയരുത്. എന്ന് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് നടത്തി തരാൻ പറ്റൂ?
ഒന്നും പറ്റുന്നില്ല. ഏ? ഒന്നും പറ്റുന്നില്ല. പറ്റത്തില്ലേ? ഇല്ല. എന്തോടാ പറ്റത്തില്ല. നീ പറ. ഞാൻ പറഞ്ഞാലും നിങ്ങൾക്ക് നടത്തി തരാൻ പറ്റത്തില്ല. ഇല്ലെന്നല്ല പറഞ്ഞേ. എടാ എന്താ കാര്യം ആരെങ്കിലും ഒന്ന് തെളിച്ച് പറടേ. ഞാൻ പറയാം. ആ പറ. ചങ്കുണ്ണി വെള്ളച്ചന്റെ വീട്ടിലെ പറമ്പിലെ കുളം വറ്റിച്ചിട്ട് അവിടുത്തെ മീൻ പിടിക്കണം ഇവന്. ആ ആ, അല്ല 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 അല്ല. അങ്ങനെ പറഞ്ഞ ആ, അങ്ങനെ പറഞ്ഞു. നീ എന്ത് പറഞ്ഞു? പറ്റൂല എന്ന് പറഞ്ഞു. നീ പറ്റൂല എന്ന് പറഞ്ഞ അത് നീയാണോ പറയേണ്ടത്? പിന്നെ ഡേയ് ശങ്കുണ്ണി ചേട്ടന്റെ വീട്ടിലെ കുളമൊന്നും പറ്റിക്കാൻ പറ്റില്ല കേട്ടാ. അയ്യോ, അതല്ല കാലിയാക്കൽ കാലിയാക്കൽ പോക്കറ്റ് ആ, കാലി കാലി മറ്റേ കരിങ്ങാച്ചിറയില് മറ്റേ കട കാലിയാക്കൽ നടക്കല്ലേ, ഇവൻ അവിടെ നിന്ന് ഇപ്പൊ പോയി ഡ്രസ്സ് മേടിക്കണമെന്ന്. ഞാൻ പറയട്ടോ നമ്മള് സമ്മതിച്ചു. മൂന്നോട്ട് സമ്മതിച്ചു. അല്ല, എടേ. മൂന്നോട്ട് സമ്മതിച്ചു. കാര്യം പറഞ്ഞിരുവോ? അല്ല ഞാൻ പറയാം അച്ഛാ, എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത. ഇവിടെ എല്ലാവർക്കും ഉത്തവണ്ണൻ ഓരോ ജോഡി ഡ്രസ്സ് എടുത്തു തരാൻ തീരുമാനിച്ചു. ഛേ, ആ. ആണോ? അതാണോ അവൻ പറയാൻ? അതാ പറയാം, സർപ്രൈസ് ആയില്ലേ? ഭയങ്കര സർപ്രൈസ്. കറാകത്ത് അത് കറ. മരുമോനെ ശരിക്കേ എനിക്ക് വേറെന്തോ ഡൗട്ട്. എന്തായിരിക്കും അവൻ പറയാൻ വന്നത്? എന്റെ പോലീസ് ബുദ്ധിയിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എന്റെ പോലീസ് ബുദ്ധി തോന്നണതേ ആ ചുമ്മാ കിട്ടുന്ന ഡ്രസ്സ് മഞ്ചിനും ഉണ്ടായിരുന്ന പോരി. ആണല്ലേ, വേറെ കാര്യമൊന്നുമില്ല. എന്നാ പിന്നെ എങ്ങനെ മതി? ഒരു ജോഡി ഡ്രസ്സല്ലേ. പക്ഷെ മീൻ കറിയേ ഏറ്റവും മീനായിട്ട് നല്ല കൊള്ളൂലടാ അത്. ചുമ്മാരി അമ്മ ഉപ്പ്